ഹലോ, എല്ലാവർക്കും ഷിജാസ് വേൾഡിലേക്ക് സ്വാഗതം ഒരിക്കൽ കൂടി. അപ്പോൾ എന്തൊക്കെയുണ്ട് രാവിലെ വിശേഷം? ഞാൻ ഇന്ന് ഓർത്തേ, എന്നും നമ്മൾ ഫുള്ള് ജോലിയെല്ലാം കാണിക്കത്തില്ലേ. അപ്പോൾ ഇന്ന് ഉച്ച മുതൽ അങ്ങോട്ടുള്ള ഉച്ചയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 11:30 ആയി. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടുള്ള ജോലിയുടെയൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചേ. അപ്പം ഞാൻ രാവിലെ ഇന്നലത്തെ മീനൊക്കെ ഫ്രിഡ്ജ് വെച്ചിരുന്നു, അതെല്ലാം വെട്ടിയെടുത്തു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തു. പിന്നെ പീര വറ്റിക്കാനായിട്ട് വെച്ചേക്കുവാണേ. അപ്പം ഇനി അങ്ങോട്ടുള്ള ജോലികളൊക്കെ ചെറുതായിട്ടൊന്ന് കാണിക്കാം. ഇന്നലത്തെ ലോങ് വീഡിയോ ആയെന്നാണ് എൻ്റെ ഒരു തോന്നൽ. എൻ്റെ വീഡിയോസ് ഒന്നങ്ങനെ ലോങ് ആയിട്ട് പിന്നെ ഇപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര ലോങ് വീഡിയോ. അപ്പം ഒരു വീട്ടിലെ ഫുള്ള് ജോലി നമ്മൾ ഇടുമ്പോഴത്തേന് നമുക്ക് ഒരു വലിയ ലോങ് വീഡിയോ ആയിപ്പോവും അല്ലേ. അതെനിക്കറിയത്തില്ലായിരുന്നു, പക്ഷേ ഞാൻ അങ്ങ് ഇട്ടുപോയി എല്ലാം. ഒരു വീട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ രാത്രി വരെ ഉണ്ടല്ലോ. പക്ഷേ ഞാൻ 4 മണി വരെ ഉള്ളതേ കാണിച്ചിട്ടുള്ളായിരുന്നു. പക്ഷെ കണ്ടവർക്കെല്ലാം എൻ്റെ നന്ദി കേട്ടോ. അപ്പം ഞാനിത് പീര വറ്റിക്കാൻ വെച്ചേക്കുവാണേ. അപ്പം അടുപ്പയിൽ വെച്ചു. അപ്പം നേരത്തെ തന്നെ ഞാൻ ഉപ്പും പുളി എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ഞാനിത് അടച്ചു കൊടുത്തപ്പോൾ ഇരുന്ന് വേവട്ടെ. അപ്പോഴേ ഞാൻ ഇന്ന് രാവിലെയാണെങ്കിൽ ഇവിടെ പുട്ടാണ് ഉണ്ടാക്കിയത്. അപ്പം പുട്ട് ഞാനിപ്പോൾ ഇച്ചിരി കുറച്ചാണ് ഉണ്ടാക്കിയത്. അപ്പം എനിക്കാണെങ്കിൽ ഇച്ചിരി പുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഓർത്തെന്താ എനിക്കപ്പോൾ ഭയങ്കരമായിട്ട് വിശക്കുന്നു കേട്ടോ. അപ്പം ഞാനെന്താ ഓർത്തെന്നറിയാവോ, ഇച്ചിരി ഇന്നലത്തെ പഴഞ്ചോറുണ്ട്. അപ്പം അത് ഇച്ചിരി പിന്നെ കാന്താരിയും പൊട്ടിച്ച് ഇച്ചിരി തൈര് ഒഴിച്ച് അതങ്ങ് കുടിക്കാം. ചോറുണ്ണുമ്പം ഒരു 1:30-1:45 ആവും. അതുവരെ എനിക്ക് നിൽക്കാൻ പറ്റൂല കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ചമ്മന്തി ഒന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അരച്ചിട്ട് വരട്ടെ. അപ്പം ഞാൻ ചമ്മന്തി അരച്ചെടുത്ത് അതിലേക്ക് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. തുള്ളി കാന്താരിയുടെ ഒരു കുത്തൽ എരിവില്ലേ, അതൊന്ന് പോവാനെ കൊണ്ടാണേ. അല്ലെങ്കിൽ നമ്മുടെ വയറൊക്കെ കത്തിപ്പോവും. അപ്പം ഞാൻ ഇതും ഇച്ചിരി പച്ചത്തൈരും കൂട്ടി ഞാൻ ഇച്ചിരി പഴങ്കഞ്ഞി കുടിക്കാൻ പോവുകയാണേ. ഞാൻ പറയുന്നത് എല്ലാവർക്കും കേൾക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ പഴങ്കഞ്ഞി കുടിച്ചിട്ട് വരാവേ. അപ്പം ഞാൻ അതിലേക്ക് ഇച്ചിരി തൈര് ഒഴിച്ചു കൊടുക്കാവേ. പഴങ്കഞ്ഞിക്കകത്തോട്ട് ഇച്ചിരി തൈര്, പിന്നെ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഈ കാന്താരിയും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇന്നലത്തെ ഒരു മീൻ വറുത്തത്. അപ്പം നിങ്ങളെല്ലാവരും കൊതി പിടിച്ചോളൂ, ഞാനിത് കഴിച്ചിട്ട് വരാവേ. അപ്പം നമ്മുടെ മീൻ തോരനൊക്കെ റെഡിയായി വന്നിട്ടുണ്ടേ. മീൻ തോരൻ റെഡിയായി. പിന്നെ മോരുകറിക്കുള്ള പാത്രം വെച്ചേക്കുന്നു. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെയാണ് മോരുകറി വയ്ക്കുന്നത്, ഒരു വെറൈറ്റി ആയിട്ട്. മറ്റേത് അങ്ങനെ അല്ല. അപ്പം ഇന്ന് തിരിച്ച് വെച്ച് നോക്കുവാണ് കേട്ടോ. സാധാരണ ഇങ്ങനെ അല്ല ഞാൻ മോരുകറി വയ്ക്കുന്നത്. എല്ലാം കടുക് വറുത്തിട്ട് ഈ മോരങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുവാണ്. അപ്പം മോരുകറിയൊക്കെ റെഡിയായിട്ട് ഞാൻ വരാം. അപ്പം നമ്മുടെ മീൻ തോരൻ റെഡിയായേ. കണ്ടോ, മീൻ തോരൻ റെഡിയായി. പിന്നെ ഞാൻ കരിയാപ്പില ഇങ്ങനെയാണ് ഇത് ഇട്ടേക്കുന്നത്. അടുത്ത് നമ്മുടെ മോരുകറിക്കുള്ളത് ഞാൻ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം റെഡിയായിട്ട്. അപ്പം നമ്മുടെ മീൻ തോരനും ഇവിടെ റെഡിയായി, നമ്മുടെ മോരുകറിയും ഇവിടെ റെഡിയായേ. അപ്പം ഇത് രണ്ടുമാണ് ഇന്ന് ഞാനിവിടെ വെച്ചത്, വേറൊന്നും ഞാൻ വെച്ചിട്ടില്ല. അപ്പം ഇന്നലത്തെ മീൻ വറുത്തതുണ്ട്, ചമ്മന്തിയുണ്ട്, പാവയ്ക്ക വറുത്തതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ചൊന്നും ഇന്ന് ഇത് രണ്ടും മാത്രമേ ഉണ്ടാക്കിയുള്ളൂ, വേറൊന്നും ഉണ്ടാക്കില്ല. ഇത് ഞാൻ മെനഞ്ഞാന്ന് വറുത്ത് പൊടിച്ച അരിയാണ്. അപ്പം അത് ഇച്ചിരി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ചുമ്മാ നിന്ന് തിന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇതും തിന്ന് എന്നാൽ ഞാൻ ജോലി ചെയ്യില്ല.
അപ്പോൾ ഞാൻ പട്ടിക്കുള്ളത് വേവിച്ച്, പട്ടിയുടെ ഈ മീനിൻ്റെ തലയെല്ലാം കൂടെ അതും കൂടെ ഒന്ന് വേവിച്ച് ഇവിടെ വച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു ഞാൻ ചെയ്ത ജോലി. പിന്നെ വേറെയൊക്കെ ചെയ്തിട്ടുണ്ട്, തുണി അലക്ക് അങ്ങനെ, അതൊക്കെ ഇന്നലെ ഒക്കെ വീഡിയോയിലൊക്കെ ഞാൻ ചെയ്തായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നുമില്ല. അപ്പം പോയിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ഈ കലം കണ്ടോ? ഇത് കണ്ടോ? സൂപ്പർ കലമല്ലേ? അപ്പം ഞാനിത് ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ ഈ കലം. അതെന്ന് വെച്ചാൽ ഈ പള്ളിയിൽ നിന്ന് ഒക്കെ ഈ പെരുന്നാളിനൊക്കെ പായസമൊക്കെ കൊണ്ടുവരുന്ന കലമാണേ. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ ഓർത്ത് ഇതിനകത്ത് മോര് കറിയൊക്കെ വെക്കാമല്ലോ, പുളിങ്കറി, രസം ഒക്കെ വെക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കഴുകി നന്നായിട്ട് കഴുകി. പിന്നെ അപ്പം ഞാൻ അതിനകത്ത് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചേക്കുകയാണ്. ഇതിനകത്ത് വല്ല മണമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പൊക്കോട്ടെ എന്ന് വെച്ച് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ മാറ്റി വെച്ചേക്കുകയാണ്. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ വെള്ളം മാറി മാറി കൊടുക്കണമേ. അപ്പോൾ ഈ വെള്ളം ഞാൻ കളഞ്ഞിട്ട് ഇനി നാളെ ഇതിനകത്ത് കഞ്ഞിവെള്ളം ഒഴിച്ചു വെക്കും. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ മണമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പൊക്കോളും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിതിനകത്ത് മോര് കറി, രസം ഒക്കെ വെക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ എടുത്ത് കഴുകി വെച്ചേക്കുവാണേ. അപ്പം ഞാനാണെങ്കിൽ ചോറ് വാർത്തിട്ട് ചോറ് ഇതുപോലെ തീ അടുപ്പയിൽ വെച്ച് ഇങ്ങനെ പൊരിച്ചെടുക്കും കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ ചോറിലെ വെള്ളമെല്ലാം കുറച്ച് വെള്ളം അതിൻ്റെ അടിയിലൊക്കെ കാണുമല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അങ്ങ് നമുക്ക് പറ്റി നല്ല ചോറ് നല്ല തോർന്നിരിക്കും. അല്ലെങ്കിൽ ചോറ് ഒരുമാതിരി വെള്ളം പിടിച്ച പോലെ ഇരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ എൻ്റെ വീട്ടിലൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്, എൻ്റെ അമ്മച്ചിയൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. അടുപ്പിലാണ് ചോറ് വെക്കണമെങ്കിൽ ഞാനും ഇതുപോലെ ചെയ്യാറുണ്ട്. അടുപ്പിലല്ല ഗ്യാസിലായാലും നമ്മൾ ചോറ് വെച്ചിട്ടേ കുക്കറിലൊക്കെയാണ് വെക്കണമെങ്കിൽ അത് എടുത്ത് നമ്മളിങ്ങനെ ഒന്ന് പൊരിച്ചെടുക്കണം. ചോറ് പൊരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് വെള്ളമെല്ലാം പറ്റി ചോറിങ്ങനെ ഒരു പൊട്ടൽ വരും ചോറിൽ വെള്ളം പറ്റിയിട്ട്. അപ്പോൾ നമ്മളിനി എടുക്കണം. അപ്പോൾ ഒന്ന് തിരിച്ച് മറിച്ചു വിട്ട് ഇതേപോലെ തിരിച്ച് മറിച്ചു വിടണം കേട്ടോ. അപ്പോൾ എല്ലാ വശവും നന്നായിട്ട് പൊട്ടും, വെള്ളമെല്ലാം അങ്ങ് പോവും. ഇപ്പം ചോറ് പൊട്ടുന്നുണ്ടേ, കേൾക്കത്തില്ല. ഫോണ് അടുപ്പിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അതുകൊണ്ടാണേ ചോറ് പൊട്ടുന്ന സൗണ്ട് കേൾക്കാം. നിങ്ങൾക്ക് കേൾക്കുമെന്ന് എനിക്കറിയില്ല. അപ്പം വെള്ളമെല്ലാം നന്നായിട്ട് പറ്റട്ടെ. അപ്പോൾ നമ്മുടെ ചോറിലെ വെള്ളമെല്ലാം നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചോറ് വേണ്ടേ ഇങ്ങനെ ആക്കി വെച്ച് കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ കുടഞ്ഞിട്ട് വെച്ച് കൊടുക്കണം. അല്ലെങ്കിലുണ്ടല്ലോ നമ്മൾ ഈ ആവിയോടെ അടച്ചു വെക്കുമ്പോഴത്തേന് ചോറിനകത്ത് വെള്ളം ഇറങ്ങും. വെള്ളം ഇറങ്ങിയിട്ട് പിന്നെ ആ ചോറ് വെള്ളം പിടിച്ചതുപോലെ ഇരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും എൻ്റെ അമ്മച്ചിയാണെങ്കിൽ ചോറ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുടഞ്ഞ് നിൽക്കും. ഇങ്ങനെ അത് തണുത്ത് എല്ലാം പോകുന്ന വരെ അമ്മച്ചി ഇങ്ങനെ കുടഞ്ഞ് ആ ചോറ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ചോറ് അടച്ചു വെക്കത്തുള്ളൂ. തണുത്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ അങ്ങ് ഒരുപാട് തണുക്കുകയല്ല, എന്നിട്ട് അടയ്ക്കും. പക്ഷേ ഫുള്ള് കവർ ചെയ്ത് അടയ്ക്കത്തില്ല കേട്ടോ. വേണ്ടേ ഇങ്ങനെ അങ്ങോട്ട് അടച്ചു കൊടുക്കും. മേളിൽ നിന്നൊന്നും വീഴാതിരിക്കാനെ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് അടച്ചു കൊടുക്കും. അപ്പം പകുതി അടവ് ആയിട്ടാണ് ഇപ്പം ഇരിക്കുന്നത്. അപ്പോൾ ആവിയെല്ലാം വേണ്ട ഇതിൽ കൂടെ ഇങ്ങോട്ട് പൊക്കോളും. അല്ലെങ്കിൽ ഫുള്ളായിട്ട് കവർ ചെയ്ത് അടച്ചാൽ ആ വെള്ളമെല്ലാം അതിനകത്ത് വീണ് ചോറ് വെള്ളം പിടിച്ചതുപോലെ ഇരിക്കും. അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്യണേ. അപ്പം നമ്മൾ ഇവന് നമ്മൾ ആഹാരം കൊടുക്കാൻ വന്നതാണേ. അവൻ കിടന്ന് കാണിക്കുന്നുണ്ടോ? അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഇവിടെ നല്ല മഴ പെയ്തായിരുന്നു കേട്ടോ. എന്തുവാടാ എന്തുവാടാ ഇതെന്തുവാ? ഈ പാത്രമൊക്കെ അങ്ങ് നീക്കി വെച്ചെന്താ? അപ്പം അവന് ചോറിട്ട് കൊടുത്ത് അവൻ തിന്നുന്നു. അപ്പം വൈകിട്ട് എണീറ്റു, കാപ്പിയൊക്കെ ഇട്ടു, ഞാൻ കുടിക്കുന്നു, അപ്പച്ചനും അമ്മച്ചിയും കുടിക്കുന്നു. ഇനി അടുത്തിനി അരിയൊക്കെ അരയ്ക്കാനുണ്ട്. അപ്പം അതുകൂടി കഴിഞ്ഞിട്ട് വരാം. അപ്പം ഞാൻ പട്ടിക്ക് ചോറൊക്കെ കൊടുത്ത് വേസ്റ്റൊക്കെ കളഞ്ഞ് ഇനിയിപ്പോൾ അരിയും ഉഴുന്നും അരയ്ക്കാൻ പോവുകയാണേ.
അപ്പോൾ അമ്മച്ചിക്ക് കുളിക്കാനുള്ള ചൂടുവെള്ളമാണേ, ഇതുകൊണ്ട് ബാത്റൂമിൽ വെച്ചിട്ട് വരട്ടെ. അപ്പം ഞാൻ അരിയെല്ലാം അരച്ചെടുത്തേ. അപ്പം ഞാൻ അരി അരച്ചെടുത്തിട്ടുണ്ട്, അരച്ച് ഒഴിച്ചു. അപ്പം അതിൻ്റെ ആ ജോലി അങ്ങ് കഴിഞ്ഞു. ഹലോ, അപ്പം ഞാൻ കുളിച്ചിട്ടൊക്കെ വേഗം വന്നിട്ടോ. ഇന്ന് എൻ്റെ പണിയൊക്കെ പെട്ടെന്ന് തീർന്നുകൊണ്ട് എനിക്കൊരു സന്തോഷമുണ്ട്. ഇന്ന് ഞാൻ 7 മണിക്കൊക്കെയാണ് കുളിച്ചിട്ടൊക്കെ വരുന്നത്, ജോലിയൊക്കെ അപ്പോഴാണ് തീരുന്നത്. ഇന്ന് ഇച്ചിരി പെട്ടെന്ന് ജോലിയൊക്കെ തീർത്ത് ഞാൻ. എന്നുവെച്ചാൽ ഇന്ന് വൈകിട്ട് മഴ പെയ്തു, ഉച്ച കഴിഞ്ഞിട്ട് ഇവിടെ മഴ പെയ്തു. അതുകൊണ്ട് എനിക്ക് മുറ്റമൊന്നും തൂക്കാൻ ഇറങ്ങണ്ട. അപ്പം രാവിലെ 2 നേരമാണ് ഞാൻ മുറ്റം തൂക്കുന്നത്. 2 നേരം എന്ന് വെച്ചാൽ രാവിലെ തൂക്കാൻ ഒരുപാടുള്ളതുകൊണ്ട് തന്നെ രാവിലെ ഫുള്ള് തൂത്ത് തീരാൻ പറ്റത്തില്ല. അപ്പം ഞാൻ വൈകിട്ടും കൂടെ കുറച്ച് തൂക്കും, അങ്ങനെയാണ് മുറ്റം തൂക്കുന്നത്. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ മഴ പെയ്തുകൊണ്ട് മുറ്റം തൂക്കണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ പോയി കുളിച്ച് റെഡിയായിട്ട് വന്ന്. പിന്നെ അതുകൊണ്ട് എനിക്കൊരു ചെറിയ സന്തോഷമുണ്ട്, നേരത്തെ കുളിക്കാൻ പറ്റിയല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ വേറെ ജോലിയെല്ലാം അരി അരച്ചു, എല്ലാ ജോലിയൊക്കെ കഴിഞ്ഞു. ഞാൻ വന്ന് കുളിച്ചിട്ടൊക്കെ വന്ന് ഇങ്ങനെ. അപ്പം ഇച്ചിരി നിങ്ങളോർക്ക് ഞാൻ എന്താ മുഖത്തെന്തോ തേക്കുന്നതിന്. അപ്പം ഞാൻ ഇച്ചിരി അലവര ജെല്ലും പിന്നെ ഇച്ചിരി ഗ്ലിസറിനും കൂടെ ഞാൻ മുഖത്തൊന്ന് കുളിച്ചിട്ട് തേക്കും കേട്ടോ. അതാണ് ഞാനിപ്പോൾ തേച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അലവര ജെല്ലും ഗ്ലിസറിനും കൂടെ മിക്സ് ചെയ്തിട്ട്, റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. മുഖത്തിനൊരു നല്ല സോഫ്റ്റൊക്കെ കിട്ടും. അപ്പം ഞാനിതൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ ബ്യൂട്ടി പാർലറിലും ഒന്നും പോകാനൊന്നും നമുക്ക് പറ്റത്തില്ല. നമ്മൾ അവിടെയൊക്കെ കയറിക്കഴിഞ്ഞാൽ നമുക്കതിനുള്ള വരുമാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെയൊന്ന് ഞാനിങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോസ് ഇത്രയൊക്കെയാണ്. പിന്നെ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ. ഇത് നല്ലതാണ്, മുഖം നല്ല ഒരു മയവും നല്ല സോഫ്റ്റും. ഇച്ചിരി ഒത്തിരി എന്നെപ്പോലെയൊക്കെ ഒത്തിരി കറുത്തവർക്കൊക്കെ ഇത് ഒരു ചെറിയ വെട്ടമൊക്കെ കൊണ്ടുവരും. ഈ ഗ്ലിസറിൻ അലവരയും കൂടെ, അലവര തേച്ചാൽ നല്ലതാണ്. ഒറിജിനൽ അലവരയാണെങ്കിൽ അതെന്നും നമ്മൾ ഒരു കുറച്ച് നേരം അത് ഇങ്ങനെ മസാജ് ചെയ്യുന്നത് നല്ലതാണ്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച ജെല്ലാണ്. അതുകൊണ്ട് എല്ലാവരും കുളിച്ച് കഴിഞ്ഞ് ദിവസം ഇതൊരു 10-15 മിനിറ്റ് ഇത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. തേച്ച് പിടിപ്പിക്കുമ്പോൾ അത് അങ്ങ് നമ്മുടെ സ്കിന്നിലങ്ങ് ഇതാവും, അങ്ങ് പിടിക്കും. അപ്പം തന്നെ സ്കിന്ന് നല്ല കട്ടിയാവും. അപ്പം അത് പിടിച്ചെന്നല്ല എൻ്റെ അർത്ഥം. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് പോയി കഴുകി കളയാം. പിന്നെ ഇത് ചൂടുവെള്ളത്തിലാണ് കഴുകേണ്ടത്. പക്ഷെ ഞാനങ്ങനെ ചൂടുവെള്ളത്തിലൊന്നും കഴുകാറില്ല. ഞാൻ പച്ചവെള്ളത്തിൽ തന്നെയാണ് പോയി കഴുകുന്നത്. ചെറു ചൂടുവെള്ളത്തിൽ കഴുകിയാൽ നല്ലതാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ പച്ചവെള്ളത്തിലാണ് കഴുകുന്നത്. അപ്പം ഇത് ചെയ്താൽ നല്ലതാണ് കേട്ടോ. ചെയ്യാമെന്നുള്ളവർക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നിങ്ങൾ ഒരുപാട് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാ നല്ല കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം, ടാറ്റാ.